നമ്മുടെ ക്ലബ് DNA-യിൽ ഇത് എവിടെയുമില്ല. എവിടേക്കോ പുള്ളി ക്ലബിനെയും ട്രാൻസെൻഡ് ചെയ്ത് അതിലും ഒരു പടി മുന്നോട്ട് വളർന്നോ എന്നൊരു സംശയം. മുമ്പാരും വിചാരിച്ചിട്ട് നടക്കാത്ത ഈ കാര്യം നടത്തിയെടുക്കാൻ മിഖേൽ ആശാൻ എന്ത് തന്ത്രങ്ങളാണ് മെനയുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഭയങ്കര വലിയൊരു താങ്ക്സ് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ട് വളരെ വലുത് തന്നെയായിരുന്നു. ബട്ട് ഐ മസ്റ്റ് ഓൾസോ അപ്പോളജൈസ് ബിക്കോസ് കഴിഞ്ഞ വീഡിയോയുടെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇനി നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഇടുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം 3 ആഴ്ചയായി ആ ഒരു ഡിലേ വന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ എൻ്റെ ജോബിനെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. ബട്ട് ഐ തിങ്ക് ദിസ് ഇസ് ദ റൈറ്റ് ടൈം. നിങ്ങളിൽ പലരും സ്പോർട്സ് കീട എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും ചിലപ്പോൾ. അവിടുത്തെ ഫുട്ബോൾ കോണ്ടന്റ് മാനേജറായിട്ടാണ് കഴിഞ്ഞ 3 വർഷം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂറോ കപ്പും കോപ്പ അമേരിക്കയൊക്കെ എല്ലാമായിട്ട് രാത്രിയും പകലും ഇല്ലാണ്ട് വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ജോലിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് ഈ ഒരു ഡിലേ വന്നിരിക്കുന്നത്. എന്തായാലും യൂറോ കപ്പും കോപ്പ അമേരിക്കയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ തിരക്കുകൾക്കിടയിൽ ഇങ്ങനൊരു കണ്ടന്റ് ചെയ്യാമെന്ന് ഞാനെന്ന് വിചാരിച്ചു. നിങ്ങൾ എന്നോട് ക്ഷമിച്ചു എന്ന് ഞാൻ കരുതുന്നു. നമ്മളെല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കിയ സ്ഥിതിക്ക് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. മുൻപ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്രീ സീസൺ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടായ യുണൈറ്റഡ് ആയിട്ടുള്ള പ്രീ സീസൺ മത്സരത്തിൽ നമ്മൾ 2-1 തോക്കുകയും ചെയ്തു. എന്തായാലും ഡ്യൂറൻ കപ്പിന് മുന്നോടിയായിട്ടുള്ള ഈ ഒരു പ്രിപ്പറേഷൻ ക്ലബിന് ഭയങ്കര ക്രൂഷ്യലാണ്. കോച്ച് മിക്കായൽ സ്റ്റാറയുടെ മുന്നിൽ ഇതൊരു വലിയ ചാലഞ്ച് തന്നെയാണ്. ആൻഡ് ഞാനിനി പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫിക്സ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു അപ്പോയിൻമെൻറ്റ് സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. കോച്ചിൻ്റെ തീരുമാനം എന്ത് തന്നെയായാലും നമ്മളെല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് ആരും പൊങ്കാലയായിട്ട് വരട്ടെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പോയിന്റ് നമ്പർ 5, ഡിഫെൻസീവ് സ്റ്റെബിലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ എറേഴ്സ്. ഈ ഒരു പ്രോബ്ലം ഹൈലൈറ്റ് ചെയ്യാൻ ഞാനൊരു സ്റ്റാറ്റ് ചൂണ്ടിക്കാണിക്കാം. ISL തുടങ്ങിയ ശേഷമുള്ള 10 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ നമ്മൾ അടിച്ചതിനേക്കാൾ കുറവ് ഗോളുകൾ വഴങ്ങിയ സീസണുകൾ വെറും 2 മാത്രമാണ്. അറ്റാക്ക് വിൻസ് യു ഗെയിംസ്, ഡിഫെൻസ് വിൻസ് യു ടൈറ്റിൽസ്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഈസ് എ ഫാക്ട്. ഈ ഒരു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ ടൈറ്റിലേക്കുള്ള ദൂരം ഇനിയും കൂടും. ശരിയാണ്, 2014-ലും 2016-ലും നമ്മൾ നെഗറ്റീവ് ഗോൾ ഡിഫറൻസോടെ പ്ലേ ഓഫ് കളിച്ച് ഫൈനൽ വരെ എത്തി. പക്ഷേ ആ ISL അല്ലല്ലോ ഇപ്പോൾ. പ്ലെയേഴ്സ് മാറി, കോച്ചുകൾ മാറി, ടീമിന്റെ സ്ട്രെങ്ത് മാറി, ടാക്ടിക്സ് മാറി. അപ്പോൾ അങ്ങനെ കയറിക്കൂടാം എന്നുള്ള പ്രതീക്ഷ വേണ്ട. കഴിഞ്ഞ സീസൺ നോക്കുകയാണെങ്കിൽ തന്നെ ഡിഫെൻസീവ് എററുകൾ കാരണം നമ്മൾ കുറേ അധികം ഗോൾ കൺസീഡ് ചെയ്തു. സീസണിന്റെ ഫസ്റ്റ് ഹാഫിൽ ഗോൾ അടിക്കാൻ ആളുണ്ടായിരുന്നപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ പണി വല്ലാതെ പാളി. ലെറ്റ്സ് നോട്ട് ഫോർഗെറ്റ്, ലെസ്കോവിച്ചിന്റെ പരിചയസമ്പത്ത് ഈ സീസണിൽ നമ്മുടെ ഡിഫൻസിന് താങ്ങായി ഉണ്ടാവുകയില്ല. ആസ് തിങ് സ്റ്റാൻഡ്, മിലോസ് മാത്രമാണ് ഒരു റെക്കഗ്നൈസ്ഡ് ഫോറിൻ ഡിഫൻഡർ ഇൻ ദ ടീം. ഈ ഒരു പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ചെയ്യാൻ പറ്റിയ 5 ബെസ്റ്റ് ഡിഫൻസീവ് സൈനിങ്സിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തതായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ നിങ്ങൾക്ക് ഇപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഒരു 400 ലൈക്ക് വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത പോയിന്റ്, ദ കന്തീരവ കേഴ്സ്. നമ്മുടെ ക്ലബിന്റെ 10 വർഷത്തെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ മൊത്തം 12 കോച്ചുമാരുണ്ടായിട്ടുണ്ട്. അതൊരു കൺസേണിങ് ഫാക്ടർ തന്നെയാണ്. പക്ഷേ അതിലും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ 12 പേരിൽ ആരും ബംഗളൂരു FCയുടെ കന്തീരവ സ്റ്റേഡിയത്തിൽ നമുക്കൊരു വിജയം സമ്മാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. കന്തീർവയിൽ നിങ്ങൾ കളി കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെക്കോർഡ് നമ്മളെല്ലാവരെയും എത്രയും വേദനപ്പെടുത്തുന്നതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനും ഈ ശാപം അനുഭവിച്ചിട്ടുണ്ട്. ഓരോ അൺഫേവറബിൾ റിസൾട്ടും നമുക്കെതിരെ വന്ന് ആ സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, അടുത്ത സീസണും വരണം. അതൊരു വാശിയാണ്, ഒരു ഊർജ്ജമാണ്. ബിക്കോസ് ഈ സ്റ്റേഡിയത്തിൽ നമ്മളൊരു കളി ജയിക്കുമ്പോൾ അവിടെ നമ്മൾ ഉണ്ടായിരിക്കണം. കൂകി വിളിച്ചവരുടെ നേരെ നെഞ്ചും വിരിച്ച് ആ മഞ്ഞക്കൊടി പാറിച്ച് പുറത്തേക്ക് ഇറങ്ങി വരണം. നിങ്ങൾ ഓരോരുത്തരിലും ഈ വികാരം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ മുമ്പാരും വിചാരിച്ചിട്ട് നടക്കാത്ത ഈ കാര്യം നടത്തിയെടുക്കാൻ മിഖേൽ ആശാൻ എന്ത് തന്ത്രങ്ങളാണ് മെനയുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. നമ്പർ 3, ഗെറ്റിംഗ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് രാഹുൽ KP. രാഹുൽ KP burst onto the scene as one of Kerala's brightest ever talents. ആൻഡ് രാഹുലിനെ അണ്ടർ 17 വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടപ്പോൾ ഹിസ് പൊട്ടൻഷ്യൽ വാസ് സ്കൈ ഹൈ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെയുള്ള 2ാമത്തെ വർഷം, അതായത് 2020-21 സീസണിൽ രാഹുൽ 3 ഗോളുകൾ അടിച്ചിരുന്നു. പക്ഷേ അത് കഴിഞ്ഞുള്ള 3 സീസണുകൾ, അതായത് 44 ISL അപ്പിയറൻസിൽ രാഹുൽ ആകെ മൊത്തം അടിച്ചത് 3 ഗോളുകളാണ്. രാഹുലിന് ഇപ്പോൾ വയസ്സ് 24 പക്ഷെ നമ്മളിൽ പലരും അദ്ദേഹത്തിന്റെ പീക്ക് എക്സ്പെക്ട് ചെയ്തിരുന്നത് ഏകദേശം ഈ ഒരു സമയത്താണ്. രാഹുലിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചും സോഷ്യൽ മീഡിയ ആക്ടിവിറ്റിയെ കുറിച്ചൊക്കെ വളരെയധികം ചർച്ചകൾ ഇപ്പോൾ ഓൺലൈൻ നടക്കുന്നുണ്ട്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വെറുതെ സ്പെക്കുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല.
കാര്യമില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഹീസ് എ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയർ ആൻഡ് വി നീഡ് ടു സപ്പോർട്ട് ഹിം. ഇതിനുള്ള വലിയൊരു എക്സാമ്പിളാണ് ഈ അടുത്ത് നമ്മൾ ഹാർദിക് പാണ്ഡ്യയിൽ കണ്ടത്. എല്ലാവരും തഴഞ്ഞെങ്കിലും ഹാർദിക് ഡെലിവേർഡ് വെൻ ഇറ്റ് മാറ്റേർഡ്. കഴിഞ്ഞ സീസണിലും ചില മൊമെന്റ്സിൽ രാഹുൽ ഷോഡ് ഗ്ലിംസസ് ഓഫ് വാട്ട് ഹി കൻ ഡു. ഈ ചെറിയ ചെറിയ മൊമെന്റ്സ് ഒരു മാച്ചിൽ ഉടനീളം റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അടുത്ത സീസൺ വിമർശകരെല്ലാം വായടച്ചിരിക്കേണ്ടി വരും. രാഹുലിന്റെ കരിയറിനെ അപേക്ഷിച്ചും ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ക്രൂഷ്യൽ സീസൺസ് ഫോർ ഹിം. അതുകൊണ്ട് തന്നെ ഹി മസ്റ്റ് ഡെലിവർ ഇൻ എ കേരള ബ്ലാസ്റ്റേഴ്സ് ഷർട്ട്. കോച്ച് മിക്കൽ സ്റ്റാർക്ക് ഇതിലുള്ള റോൾ വളരെ ക്രൂഷ്യൽ ആയിരിക്കും. ഇഫ് ഹി കൻ ഗെറ്റ് രാഹുൽ ഫയറിംഗ് ആൻഡ് ഐ ഹോപ്പ് ഹി ഡസ്, things will change. Point number 2, winning mentality. ബ്ലാസ്റ്റേഴ്സിന്റെ പ്രൗഢിയെക്കുറിച്ച് നമ്മളെല്ലാവരും വാതോരാതെ സംസാരിക്കുന്നുണ്ട് ആൻഡ് അതിലൊരു തെറ്റുമില്ല, ബിക്കോസ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ പാഷൻ വി ഹാവ് ഫോർ ദിസ് ക്ലബ്. പക്ഷേ റിയാലിറ്റി ഈസ് ദാറ്റ് നമ്മൾ നമ്മുടെ റൈവൽസിനേക്കാളൊക്കെ ഒരുപാട് പിന്നിലാണ് എന്നുള്ളതാണ്. 50,000 പേര് റെഗുലറായിട്ട് നമ്മുടെ കളി കാണാൻ കയറിയാലും അൾട്ടിമേറ്റ്ലി സക്സസ് ഇൻ ഫുട്ബോൾ ഈസ് മെഷർഡ് ബൈ ദ ട്രോഫീസ് യു വിൻ. 10 വർഷം ഒരു വലിയ കാലയളവ് തന്നെയാണ്. ആൻഡ് ഇവാന്റെ കീഴിൽ നമ്മൾ എത്ര പ്ലേ ഓഫ് കളിച്ചു എന്ന് പറഞ്ഞാലും ഡ്യൂറന്റും സൂപ്പർ കപ്പും പോലെയുള്ള കോമ്പറ്റീഷൻസിനെ നമ്മൾ സീരിയസ് ആയി എടുത്തില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഈ കപ്പ് കോമ്പറ്റീഷനൊക്കെ സീരിയസ് ആയി എടുത്തേ പറ്റുള്ളൂ, ബിക്കോസ് വിന്നിങ് ഇസ് ഇൻഫെക്ഷ്യസ്. ഇങ്ങനത്തെ സിൽവർ വെയർ ഒക്കെ ജയിക്കുമ്പോഴാണ് പ്ലേയേഴ്സിൽ ആ വിന്നിങ് മെന്റാലിറ്റി എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഈ ഒരു മെന്റാലിറ്റിയുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ് പല ബിഗ് മാച്ചസിലും നമുക്ക് ക്രൂഷ്യൽ സ്റ്റേജിൽ അടിതെറ്റാറുള്ളത്. ഈ ഒരു മെന്റാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് മിക്കൽ സ്റ്റാർക്ക് ഒരു വലിയ ചാലഞ്ച് തന്നെയായിരിക്കും, ബിക്കോസ് ദ ഫാക്ട് ഈസ് നമ്മുടെ ക്ലബ് DNA-യിൽ ഇത് എവിടെയുമില്ല. പോയിന്റ് നമ്പർ 1, ഇവാൻസ് ലെഗസി. പലപ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നമ്മളിൽ പലരും ഇവാൻ ക്ലബ്ബ് വിട്ടു എന്നുള്ള റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ISL ചരിത്രത്തിൽ തന്നെ ഒരു ക്ലബിന്റെ കോച്ചും ഫാൻസുമായിട്ടുള്ള ബന്ധം ഇത്രയും ആഴത്തിൽ പതിച്ചത് വേറെ എവിടെയും നമുക്ക് കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിഗറിനെ റിപ്ലേസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മിക്കൽ സ്റ്റാറയുടെ ബിഗ്ഗസ്റ്റ് ചാലഞ്ച്. ഞാൻ പറയുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹി ഹാസ് ടു ബി കാരിസ്മാറ്റിക്, ലവ്ഡ് ബൈ ദ മീഡിയ, ലവ്ഡ് ബൈ ദ ഫാൻസ് ആൻഡ് പ്ലേ ആൻ അറ്റാക്കിംഗ് ബ്രാൻഡ് ഓഫ് ഫുട്ബോൾ ദാറ്റ് ബ്രിങ്സ് റിസൾട്ട്സ്. സത്യം പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവാനെ ക്ലബിനേക്കാൾ വലിയ ഒരു ലാർജർ ദാൻ ലൈഫ് ഫിഗർ ആയിട്ട് നമ്മളിൽ ചിലരൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന്. എവിടേക്കോ പുള്ളി ക്ലബിനെയും ട്രാൻസെൻഡ് ചെയ്ത് അതിലും ഒരു പടി മുന്നോട്ട് വളർന്നോ എന്നൊരു സംശയം. മേക്ക് നോ മിസ്റ്റേക്ക്, ഐ ലവ് ദ ഗൈ ടു, പക്ഷേ നോബഡി ഇസ് ബിഗർ ദാൻ ദ ക്ലബ്. അതുകൊണ്ട് തന്നെ ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ലാർജർ ദാൻ ലൈഫ് ഇമേജ് ഷെഡ് ചെയ്യാനുള്ള സമയമായി ആൻഡ് വി നീഡ് ടു സപ്പോർട്ട് മിക്കൽ സ്റ്റാറ ഫോർ ബീയിങ് മിക്കൽ സ്റ്റാറ. ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ ഗൈസ്. ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതോ എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത വേറെ ഏതെങ്കിലും ചാലഞ്ച് കോച്ച് മിക്കൽ സ്റ്റാറയും കേരള ബ്ലാസ്റ്റേഴ്സിനെയും കാത്ത് അടുത്ത സീസൺ വരാനിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ ഫോർ നൗ. കമന്റോ ഷെയറോ സബ്സ്ക്രൈബോ എല്ലാം ചെയ്ത് കൊടുക്കുക. എല്ലാവരും അടിച്ചു കയറി വാ.